ഹലോ. ഹലോ. ഇതെന്നാന്ന് സുഖം തന്നെയാ? ഓ, നമ്മക്കെല്ലാം എന്ത് സുഖം വന്നിന്? സുഖമല്ല, ഉം. അനുവിനല്ലേ? എനിക്കിടാ നല്ല സുഖം തന്നെയാ. ഇങ്ങോട്ട് വരുന്ന പരിപാടി ഇല്ല, നിർത്തിയല്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരെ? അനുവിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഉം. സൗണ്ട് എല്ലാം എന്തല്ലോ? എന്നാ സൗണ്ടിനൊന്നും എന്തോ ജലദോഷം തണുപ്പ് പിടിച്ചിനാ? തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ചോദിച്ചാന്ന്. ഒരേ നടത്തേലേ ഇപ്പോ. ഏടിയാന്നിങ്ങനെ നടക്കായേ? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ടത്തെ അവനെ കണ്ടവരോ പിന്നെ എന്താ പറയണ്ടേ ഇപ്പോ. ഇപ്പൊ എന്നാ ഓന്റെ ഒപ്പരം തന്നെയാ? ഓന്റെ ഒപ്പരം തന്നെയാ? അധിക സമയം അപ്പൊ എല്ലാ ദിവസവും ഇത് തന്നെയായിരിക്കുമല്ലേ പരിപാടി? എന്ത് അവനെ കണ്ടപ്പോ പിന്നെ അങ്ങ് വരേണ്ടതെല്ലാം വിട്ടുപോയി ഞാൻ. എല്ലാ ദിവസവും അപ്പൊ ഈ തന്നെയാ, കളികൾ തന്നെയാ? കുറച്ച് അഞ്ചിനേക്കാളും സ്മാർട്ടല്ലേ? അപ്പൊ ഞാൻ സ്മാർട്ടല്ല? അത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടല്ലേ. അനുവല്ലേ പറഞ്ഞേ ഞാൻ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നു? അത് സ്വന്തമായിട്ട് ചെയ്യുന്നതും പഠിപ്പിച്ചു തന്ന് ചെയ്യുന്നതും മാറ്റമില്ലേ എനിക്ക്? അപ്പോ അനുവിന് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ട അയാളെ കളിയും സംസാരമല്ലോ അല്ലേ? പണ്ട് ഞങ്ങൾക്ക് ഇഷ്ടല്ലേ. എല്ലാം അപ്പൊ എപ്പോ പകലാ? പകലും ഉണ്ട്, രാത്രിയും ഉണ്ട്, ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അതിനു? അപ്പോ അത് മാത്രമൊന്നുമില്ല, എന്നാലും എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ ഇനി അനുവിനെ അയാള് കല്യാണം കഴിക്കുവാ? അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചിട്ടാ ഉള്ളത് എന്നോട്. എന്നിട്ട് കഴിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്ക കഴിച്ചാലും. അന്നേരം വരൂല അനു? കഴിച്ചാ പിന്നെ ഇങ്ങനെ അങ്ങ് വരുവാ? അപ്പൊ ഞാൻ നെയ്യാ? നീ എന്നാ ചെയ്യാൻ ചോദിച്ചാലെന്നയ്യാ ഞാൻ പറയാ. ദിവസം നേരം ദിവസം ഇത് ചെയ്യുമ്പോ ഒന്നും മടുപ്പൊന്നുമില്ല അനുവിന്? എനിക്ക് ഇത് ദിവസം ചെയ്യാൻ ഇഷ്ടാ. ഏതെല്ലാം മോഡലാന്നറിയാ? അനു എനിക്ക് അങ്ങനെ മോഡലൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഞാൻ വരുമ്പോ പറഞ്ഞുതരാന്ന് വിചാരിച്ചു നിന്നില്ലേ, അതെല്ലാം അനീഷയും പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു നിന്നതാ. അനു വന്നാൽ എനിക്ക് എല്ലാം പഠിപ്പിച്ചു തരണേ, ഞാൻ ചെയ്തോളൂ, ചെയ്യാലോ. എന്നിട്ട് അതിന് ഇവിടുന്ന് വരാൻ തോന്നണ്ടേ? അപ്പൊ അനുവിന് വീട്ടില് പ്രശ്നമൊന്നുമില്ല? എന്റെ വീട്ടിൽ ഇപ്പം പ്രശ്നമൊന്നുമില്ല. ആദ്യം കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ വരില്ലേ, ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാ അനു ഇങ്ങ് വന്നോ? വന്നിട്ടെന്നാ വേണ്ടേ? അനീഷ് പറയണ്ടേ, ഞാൻ പഠിപ്പിച്ചത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അതെനക്കാ ശരിക്കും അറിയായിട്ടല്ലേ. നീ എന്നാ പഠിച്ചു വെക്ക് നല്ലതല്ലോ അറിയെങ്കിൽ. ഞാനിനി ഇതെവിടുന്ന പഠിക്കണ്ട? ഇത് പഠിപ്പിക്കുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ. പഠിപ്പിക്കുന്ന സ്ഥലമൊന്നുമില്ല. പിന്നെ ഞാൻ ഡ്രൈവിംഗ് അങ്ങനെ പറയും പോയിട്ട് പഠിച്ചോന്ന് പറഞ്ഞാൽ ശരിയാ? ഇപ്പൊ അനുവിന് ഇങ്ങോട്ട് വരുവേ ഇല്ല? ഞാൻ വരൂ, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞേ. അപ്പൊ അനുവല്ലേ പറഞ്ഞ ഇപ്പൊ അവിടെ കല്യാണം കഴിച്ചാ വരൂലെന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ അനീഷേ. ശരിക്കും? ഞാൻ നിന്നെ വിട്ടിട്ട് പോവോ? അന്നേരം പിന്നെ ഇപ്പൊ അയാളെ ദിവസം കാണുന്നതും ഇതെല്ലാം ചെയ്യുന്നോ? അത്
എന്ന് പറയാ അയാളെ മടുക്കുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരും. അയാളെ മടുക്കുന്നവരെ അവിടെ നിൽക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസമല്ലേ, എന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഉറപ്പായിട്ടും വരും, പറ്റിക്കൂലല്ലോ. പറ്റിക്കൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം, എന്നാ ഞാൻ അങ്ങ് വന്നിട്ട് അനീഷിനെ എപ്പോ വിളിച്ചാലും വരുവോ വീട്ടില്? അത് വരും, ഞാൻ വരത്തില്ലേ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ നീ ഉഴപ്പി കളിക്കലല്ലേ, അമ്മ പറയൂ പറഞ്ഞിട്ട്. അതല്ല ആദ്യമല്ലേ, പിന്നെ പിന്നെ അനക്കും കൂടി നല്ല ഇൻട്രസ്റ്റ് വന്നിട്ടില്ലേ, അന്നേരം ഞാൻ എപ്പം വരത്തില്ലേ വിളിക്കുമ്പോ. ഇനി അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പം വിളിച്ചാലും വരും. നേരാന്നല്ലോ. ഞാൻ ഉറപ്പായിട്ടും വരും കേട്ടാ. അയാളെ ഇനി അധികം കാണാൻ നിൽക്കണ്ട, വേഗം ഇങ്ങ് പോന്നോ. അത് ഞാനേ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ. ട്രെയിന് കയറിയപ്പോ ഞാൻ അനീഷിനെ വിളിക്കും. അപ്പൊ അനീഷ് അവിടെ സ്റ്റേഷനിൽ വരുവോ? അത് വരൂ. ഇല്ല, നമുക്ക് രണ്ടാക്കും നേരെ വീട്ടിലേക്ക് പോവാം. എപ്പോഴന്നെയാ? അത് വരും വരും. ഞാന് ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നേരം അയാളാണെന്ന് ഇനി വിടാണ്ടിക്കുവാ. അയാളെന്തിനാ എന്നെ വിടാണ്ടിക്കുന്നു? അയാൾക്ക് വേണ്ടതല്ല ഇപ്പം കിട്ടുന്നില്ലേ? അപ്പൊ അയാൾക്ക് വീടിനെല്ലാം കൊടുത്തല്ലേ നല്ലോണം. അനക്കും കിട്ടുന്നുണ്ട്, അയാൾക്കും കിട്ടുന്നുണ്ട്. സുഖല്ലേ? അനുവിന്റെ സുഖാന്ന് അനുവിന് വേണ്ടു അല്ലേ? പിന്നല്ലാണ്ട്. നേരം ദിവസം വീട്ടിൽ നിന്നെല്ലാം പോകുമ്പോ ചോദിക്കൂല, ഇതേടിയ ദിവസം നീ പോകുന്നൊന്നും ചോദിക്കൂല? അതെല്ലാം ചോദിക്കൂ. ഇപ്പൊ അനീഷിനോട് ചോദിച്ചില്ലേ അമ്മ എവിടെ പോകുന്നു? അതുപോലെ എന്നോട് ചോദിക്കും. ഞാൻ ഓരോ കളത്തരവും പറഞ്ഞ് പോകും. അന്നേരം നിങ്ങൾ ഇതെല്ലാം ഇടുന്ന, അന്നേരം ഇതെല്ലാം ചെയ്യുന്ന ഇടുന്ന, അന്നേരം അനുവദിയ ദിവസം പോവുകയും ചെയ്യാൻ അയാളെ വീട്ടിലല്ലേ വേറെ എവിടെയെങ്കിലും സ്ഥലമാക്കിയിട്ടാ? വീട്ടിലൊന്നും പോവില്ല. പിന്നെ വണ്ടി ഉണ്ടായ ഓരോ സ്ഥലത്തും വണ്ടി കാറുണ്ട്. ഒന്നെങ്കില് അതിനുള്ളില്, അല്ലെങ്കിൽ ഏതെങ്കിലും റൂം എടുക്കും. എന്നോട് റൂമിൽ പോവാന്ന് പറയുന്നല്ലേ? അനീഷിന് ധൈര്യമില്ലല്ലോ. ആരും കാണുമെന്നുള്ള പേടി അനുവിനതൊന്നും പേടി ഒന്നുമില്ല. പിന്നെ അനുവിനോട് നമ്മൾ ഇങ്ങനത്തെ അനുവിന് നാടല്ലല്ലോ അനുവിന്റെ. അതുകൊണ്ട് എനിക്ക് ധൈര്യല്ലേ. അല്ല, എന്റെ നാടായിട്ട്, സ്വന്തം നാടായിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ലേ? എന്തെങ്കിലും ബാക്കിയുണ്ട് എനിക്ക് വരുമ്പോ? അതെല്ലാം ബാക്കി വെച്ചിട്ടേ വരൂ. അനീഷിന് വേണ്ടേ? വേണ്ടോണ്ടല്ലേ ചോദിക്കുന്നു, എല്ലാം ബാക്കിയുണ്ടോ? അനീഷിന്റെ വിവരം എങ്ങനെയിരിക്കുന്നു? ഒന്നും കുഴപ്പമൊന്നുമില്ല. അയാള് ഭയങ്കര നല്ല ഉഷാറായിട്ടെല്ലാം ചെയ്യുന്ന ആളാ. ഇനി വന്നിട്ടാകുമ്പോ ഇനി അതും പറഞ്ഞിട്ടല്ലേ പറയാ? ഒന്നും പറയണ്ട, അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചെല്ലാം പഠിപ്പിച്ചു തരൂ. ഒരുപാട് സംഭവം പുതിയ ഉണ്ട് പറഞ്ഞായിരുന്നു. അനീഷിനെ പഠിപ്പിക്കാൻ ഒരുപാടുണ്ട്. എന്തായാലും എപ്പോ നാളെ വരുവാ? നാളെയല്ല, മറ്റന്നാള് ഞാൻ നോക്കിയിട്ട് കയറും. അനിയും പ്രതീക്ഷിച്ച് നിൽക്കുന്നില്ലേ? അതെ. അപ്പൊ പിന്നെ ഇങ്ങനെ വരാണ്ടിക്കുവോ? നേരത്തെ ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ നേരത്തെ പറഞ്ഞ് മങ്ങറ നിൽക്കാമോ? ഞാൻ ചോദിക്കുന്നത്, ഇനി ഇതും 2 ദിവസം കഴിയുമ്പോൾ തെറ്റുവാ? അതൊന്നും തെറ്റൂല. ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. അനീഷ്
വിശ്വസിച്ച്. കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞതാ. ആ അനീഷിന്റെ അഭിപ്രായം എന്നോ നോക്കണല്ലോ മനസ്സിൽ. എന്റെ അഭിപ്രായം കല്യാണം ഒന്നും കഴിക്കണ്ട അയാളാ. അനീഷ് വിളിക്കുമ്പോ വന്നാ മതി, അത്രയല്ലേ. ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇല്ല, അനു നാട്ടിൽ പോകുന്നത് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പെട്ടെന്നല്ലേ പറയുന്നത് എവിടെ പോകാണ്ട് ഇങ്ങോട്ട് പോയല്ലേ. അത് അത്യാവശ്യമുള്ളതുകൊണ്ട് പോയത്. ഇനി ഞാൻ വന്നു കഴിഞ്ഞാല് നമ്മൾ ഊട്ടിക്ക് പോകുന്നു പറഞ്ഞില്ലേ, അത് വരാണ്ടാവോ? വരാം. ഞാൻ വിചാരിച്ചു നീ അയാളെയും കൂട്ടിട്ട് ഊട്ടിക്ക് പോകുന്ന വിചാരിച്ചു. ആ അപ്പൊ അനീഷ് വന്നില്ലെങ്കിൽ ഞാൻ അയാളെയും കൂട്ടി പോകാൻ തീരുമാനിച്ചതാണ്. വരൂലെങ്കിൽ. നല്ല തണുപ്പല്ലേ. തണുപ്പല്ലേ വേണ്ടത്. പിന്നെ ചൂടിനാരെങ്കിലും മറ്റേ അതോ നല്ലത്. ഇവിടെ ചൂടൊന്നുമില്ലല്ലോ, കുറച്ച് തണുപ്പില്ലേ രാവിലെ. ആ തണുപ്പൊന്നും പോരാ. അനുവിനുണ്ട് ഐസാ. ആ ഊട്ടിയിലെ തണുപ്പിൽ എന്തായിരിക്കും സുഖമല്ലേ. അനീഷ ഞാനും മാത്രല്ലേ ഉണ്ടാവും.